പ്രൈസ് ലോർഡ്. നമുക്കിന്ന് ജനസിസ് ഉൽപ്പത്തി 1:2 ജനസിസ് 1-2 നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, ആദ്യമായി ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇംഗ്ലീഷിൽ, Now the earth was astonishingly empty, and the darkness was on the face of the deep, and the Spirit of God was hovering over the face of the water. ഇനിയും ഹീബ്രുവിൽ വേ ഹാഹാറെഡ്സ് ഹായറ്റ ടോഹു വേ വോഹു വെഹോഷെക് ആൽഫനെ ടെഹോം വേ റൂഹ എലോഹിം മെറാഹെഫെറ്റ് ആൽഫനെ ഹമായിം. ഓക്കെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ സുഖസ്വതാവേ, ഇന്നത്തെ സന്ധ്യാസമയത്ത് അല്പസമയം ഞങ്ങൾ വചനമായിട്ട് കൂടി വന്ന് അച്ഛൻ്റെ സന്നിധിയിൽ ദൈവമേ ശ്രദ്ധിക്കാൻ ഇടയാകുന്നു. പഠിക്കുവാനും ദൈവമേ വായിക്കുവാനും പഠിക്കാനും ഗ്രഹിക്കാനും ഇടയാക്കും. ദൈവമേ അടിയൻ്റെ നാവിനോട് കൂടെ ഇരിക്കണമേ. ദൈവമേ അച്ഛൻ ഹിതമില്ലാത്ത ഒന്നും പറയാൻ ഇടയാക്കല്ലേ. എല്ലാ അച്ഛൻ്റെ നാമമാത്രത്തിനും പോഴ്ചയ്ക്കുമായി തീരുമാനക്കണമേ. കേൾക്കുന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ നല്ലതായി ദൈവമേ ഹൃദയസ്ഥമാക്കാൻ ഇടയാക്കണമേ. കൺഫ്യൂഷനുകളൊന്നും ഉണ്ടാകരുതേ പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങൾക്ക് ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കുവാനും അച്ഛൻ്റെ വചനം പഠിക്കുവാനും അത് ഗ്രഹിക്കാനും അത് സംഗ്രഹിക്കാനും അത് പ്രകാരം ക്രിസ്തു ജീവൻ നയിക്കുവാൻ ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡി ഒരു അനുഗ്രഹമായി തീർക്കണമേ. സകല മാനം മഹത്വ ശക്തി രാജ്യം അപ്പിച്ചിട്ട് സാലിഞ്ഞ് വിജയിച്ചാൽ തന്നെ ആമേൻ. ഓക്കെ, നമുക്ക് വേർഡ് ബൈ വേർഡ് ആയിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം ഈ തുടങ്ങുന്നതിന് മുമ്പേ ഞാനൊരു കാര്യം പറയാം. ബൈബിളിലെ വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ ഈ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ ഒത്തിരി വ്യാഖ്യാനിച്ച് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിൽ ആയി വ്യാഖ്യാനിച്ച് പോയ പല വാക്യങ്ങളിലെ ഒന്നാണിത്. ഓക്കെ, ഇത് ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ചെയ്ത ഒരു വാക്യങ്ങളാണ്. അത് ആദ്യം എനിക്കും ഇത് മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ ഹീബ്രു അർത്ഥങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ വാക്ക് നമുക്ക് നോക്കാം. വേ ഹ ആറെറ്റ്സ്. വേ ആ ഹാറെറ്റ്സ്. വേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൻഡ്. ഹ എന്ന് വെച്ചാൽ നമുക്കറിയാം ദ. ഹാറെറ്റ്സ് എന്ന് വെച്ചാൽ എർത്ത്. ഓക്കെ, അപ്പം ആൻഡ് ദ എർത്ത്. അപ്പം നമ്മൾ ലാസ്റ്റ് പ്രാവശ്യം പഠിച്ചു ബറഷീത്ത് ബറ എലോഹീം. അത് കഴിഞ്ഞിട്ട് ഹഷമായിമും ഉണ്ട് ഹാററ്റ്സും ഉണ്ട്. അത് ദൈവത്തിൻ്റെ കിങ്ഡമാണെന്ന് നമ്മൾ പഠിക്കാനിടയായി. അപ്പം ആ ദൈവത്തിൻ്റെ കിങ്ഡമായ എർത്തിൻ്റെ ഒരു വിശദീകരണമാണ് ഇത്. എങ്ങനെയായിരിക്കും നമ്മൾ ഈ എർത്ത് പറയുമ്പം നമ്മൾ ഈ പ്ലാനറ്റ് എർത്ത് അല്ലെങ്കിൽ ഭൂമിയായിട്ട് കണക്കാക്കിയിട്ടില്ല. അന്ന് സെപ്പറേഷൻസ് ഒന്നും നടന്നിട്ടില്ല. എല്ലാം ഒരു മാസ്സായിട്ട് ഇരിക്കുന്നു. അത് കഴിഞ്ഞ് സെപ്പറേഷൻസ് ഇറക്കിയ ഫർണമെൻറ്റ്സ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പോലെ പ്ലാനറ്റാണ്. അപ്പം അതിനു മുമ്പേ ഒരു അതിനെന്താ പറയുന്നത്, ഒരു സെപ്പറേറ്റ് ചെയ്യാത്ത ഒരു മേളത്തെ വെള്ളവും താഴത്തെ വെള്ളവും എല്ലാം ഒരുമിച്ചിരിക്കുന്ന ഒരു ഭൂമിയായിട്ട് കൺസിഡർ ചെയ്തതാണ്. ഇപ്പം ഈ ചിലപ്പം ഇതിൽ നിന്നായിരിക്കും ബിഗ് ബാങ് തിയറി ഉണ്ടായി. കാരണം വൺസ് മേലത്തെ വെള്ളം താഴത്തെ വെള്ളമായിട്ട് മാറിയപ്പം പ്ലാനറ്റുകളെല്ലാം വന്നു. അപ്പം അതിൽ നിന്നായിരിക്കും മേ ബി ബിഗ് ബാങ് തിയറി വരുന്നത്. ഞാൻ ബിഗ് ബാങ് തിയറിയോട് യോജിക്കുന്നില്ല. പക്ഷേ എൻ്റെ പഠിപ്പിച്ച ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഒരു ദൈവ പൈതലും കൂടെ ആയിരുന്നു. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരിക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്നത് മീൻകറിയും ജിലേബിയും പോലെ അത് രണ്ടും കൂടെ യോജിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും ഒരു ദേവദാസൻ ഒരു പ്രാവശ്യം കുറച്ച് ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു.
ഈ ബിഗ് ബാങ് തിയറിയെ പറ്റി പറയുന്നത്. എങ്കിലും സംവെയർ ഇൻ മൈ മൈൻഡ്, എൻ്റെ മനസ്സിലെവിടോ എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ലൈറ്റൊക്കെ പറഞ്ഞു വരുമ്പം അടുത്ത ദിവസം കൊണ്ട് ലൈറ്റ്, മൂന്നാമത്തെ വാക്യത്തിൻ്റെ അകത്ത് ലൈറ്റുണ്ട്. അപ്പോൾ ആ ലൈറ്റൊക്കെ പറഞ്ഞു വരുമ്പം എന്തോ ഒരു യോജിക്കാത്ത രീതിയിലാണ്. മേ ബി, ഹൂ നോസ്. എനിവേ, ഇപ്പോൾ ഞാൻ ബിഗ് ബാങ് തിയറിയോട് യോജിക്കുന്നില്ല. ഓക്കെ, എങ്കിലും ഭൂമിയുടെ കാര്യം, ദൈവത്തിൻ്റെ ഒരു ദൈവരാജ്യമാണ് കിങ്ഡം ഓഫ് ഗാഡ്. നമ്മൾ പഠിച്ചു. ഇപ്പം പല രീതിയിൽ വ്യാഖ്യാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ല ദൈവത്തിൻ്റെ രാജ്യമാണ്, കിങ്ഡം ഓഫ് ഗാഡാണ് ദൈവത്തിൻ്റെ രാജ്യം. ആ രാജ്യം നമ്മളിപ്പം ആദിയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. ആദാമിൻ്റെ ഹൃദയം പാഴും, ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ഹൃദയം പാഴും ശൂന്യമായിരുന്നു, ഇരുൾ അതിന്മേൽ പ്രവർത്തിച്ചു. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നമ്മുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ ഉള്ള നമ്മുടെ ഒരു അവസ്ഥ പോലൊക്കെയാണ് നമ്മൾ ക്രിസ്ത്യൻ ആൾക്കാർ അതിനെ വെച്ചു. പക്ഷേ എഴുതിയ ആൾ ഈ ബൈബിളെല്ലാം പുറ്റുകതർ ചെയ്ത് എസ്ര, നെഹെമ്യാ, അല്ലെങ്കിൽ ആ ആൾക്കാർ അവരുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേലിന് ദൈവം കൊടുത്ത ഭൂമിയാണ് ഈ എഴുത്ത്. അതിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് വേണ്ടി കൊടുത്തതാണെന്ന് മനസ്സിലായ തെളിവ് സഹിതം രേഖപ്പെടുത്തുന്ന ഒന്നാണ് ഈ ബൈബിൾ. ഇപ്പം എസ്രായ്ക്കും നെഹെമ്യാ വന്നപ്പം യെരുശലേമിൻ്റെ പ്രാധാന്യമാണ് അന്ന് കൂടുതലും കൊടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ അതിൻ്റെ കൂടെ ഇതുകൂടെ വെച്ചതിൻ്റെ അർത്ഥം, ദൈവം ആദിയിൽ തന്നെ യഹൂദന്മാർക്ക് അബ്രാമിൽ കൂടെ ഇത് കൊടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും കൂടാണ് ഇത്, ഈ ബൈബിള്. അതുകൊണ്ടായിരിക്കും അവർ ഇൻ ദ ബിഗിനിങ് അതെല്ലാം വെച്ച്. പക്ഷെങ്കിൽ ഈ അതേപോലത്തെ ഈ കബാലിസ്റ്റിക് വേ വരുമ്പം അവർ പഠിപ്പിക്കുന്നത് ഈ എർത്തൊരു വെസലായിട്ടാണ്, ഒരു പാത്രമായിട്ടാണ്. അതേപോലെ യേശുക്രിസ്തു ഒരു പാത്രമായിട്ടാണ്. നമ്മൾ നാഗ് അഹമ്മദിക്ക് അത് പഠിച്ചിട്ടുണ്ട്. വെസലുണ്ടായിരുന്നു, അത് പൊട്ടി, ദൈവത്തിൻ്റെ പ്രകാശം അടിക്കുമ്പോൾ അത് പൊട്ടി എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. നമ്മൾ അതിൻ്റെ മുമ്പ് ആ സ്റ്റോറി നമ്മൾ കേട്ടല്ലോ. എന്ന് പറയുന്ന പോലെ ഇതും ഒരു വെസൽ ആണെന്നാണ് കബാലിസ്റ്റിക് വഴി പറയുന്നത്. പക്ഷേ എനിക്കിത് വായിക്കുമ്പോൾ എപ്പോഴും ഒരു മനുഷ്യൻ്റെ ആ ശൂന്യമായ ഒരവസ്ഥ പോലെ തന്നെയാണ് ഭൂമിയുടെയും. ഭൂമിയെ ദൈവം ക്രിയേറ്റ് ചെയ്യും എന്തിനാണ്? മനുഷ്യനുമായിട്ട് ദൈവത്തിന് വസിക്കാൻ. അതല്ലെങ്കിൽ വേർഡ് ബിക്കം ഫ്ലഷ്, യേശുക്രിസ്തുവിന് ജഡമെടുക്കുവാൻ എന്ന് പറയുന്ന പോലുള്ള രീതി, ഒരു വെസൽ ആയിട്ടാണ് ഭൂമിയെ നമ്മൾ ലാസ്റ്റ് വർഷം കഴിഞ്ഞ ഹെവൻ ആൻഡ് എർത്ത് ദൈവത്തിൻ്റെ ഒരു കിങ്ഡം, മൽഖോത്ത് എന്ന് പഠിക്കുകയുണ്ടായി. എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഹെവൻസ് വന്നില്ല, ഭൂമിയുടെ ഇതെടുത്തിട്ട് പറയുവാണ് ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളുടെ അവസ്ഥ എങ്ങനെ, ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് മുമ്പേ നമ്മളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു. നമ്മൾ തെറ്റിപ്പോയവരും, റോമലേഖനത്തിൽ പറയുന്നു, ഒരാൾ പോലുമില്ല പാപമില്ലാത്ത, എല്ലാവരും പാപികളായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെല്ലാവരെയും വീണ്ടെടുത്തു. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായി, ഒരു ഫലപ്രദമായത്. പണ്ട് നമ്മൾ തെറ്റിപ്പോയി വരായിരുന്നു. നമ്മുടെ ജീവിതം പാഴും ശൂന്യമായിരുന്നു, സമാധാനമില്ല, സന്തോഷമില്ലാതെ വരായിരുന്നു. പല രീതികളിൽ നമ്മളെ ജീവിതം ഡിപ്രഷൻ, അതേപോലെ അങ്ങനെയുള്ള ഓരോ ജീവിതം ഒടുക്കുവാനും ഒക്കെ നോക്കിയ പല അവസ്ഥകളിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ച് നമ്മുടെ ജീവിതം ഒരു ഫലപ്രദമാക്കിയ ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ പിന്നെ നമ്മൾ ഇതിന് മുമ്പ് വായിച്ചു വാവ്. ഈ വാവിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ വാവിൻ്റെ ഒരു സിംബോളിക് വേ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, യഹൂദന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാവ് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും, ഇങ്ങനെ ഒരു ചെറിയൊരു ഒടിവ് ഇങ്ങനെ ഇരിക്കും.
വാവിൻ്റെ അക്ഷരം. അപ്പോൾ ആ അക്ഷരം ഒരു ഹുക്ക് പോലെ അതിനെ ക്രിസ്തുവിനെ കാണിക്കും. ഭൂമിയും ഭൂമിയുടെ ഇതെങ്ങനെയായിരുന്നെന്ന് മനസ്സിലാവും. കാണിക്കും. ഓരോ വേർഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹുക്ക് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒത്തിരി ആൻഡ് കാണാം. ഈ ഒറ്റ വാക്യത്തിൽ തന്നെ ഒരു 4 or 5 ആൻഡ് ഉണ്ട്. പക്ഷെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ നൗ ദ എർത്ത് എന്നാണ്. പക്ഷെങ്കിൽ ആദ്യം വരേണ്ടത് ആൻഡ് ദ എർത്ത്, മനസ്സിലാവും, വരുന്നത്. അപ്പം ഇതൊരു ക്രിസ്തുവിനെ പോലെ എല്ലാം കണക്ട് ചെയ്യപ്പെടുന്ന ഒരു 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 ലെറ്ററായിട്ടാണ് നമ്മൾ എവറി ആൽഫബറ്റ് പഠിക്കുമ്പോൾ കാണിക്കുന്നത്. അത് ഈ ഓരോ വാക്യത്തിൽ അവർ പ്രയോഗിക്കുമ്പോഴും ഒരു കണക്ടറായിട്ടാണ് വാവിനെ വെച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ ഉൽപ്പത്തി, നിങ്ങൾക്ക് ഹീബ്രു ബുക്കുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ എല്ലാത്തിനകത്തും, അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഇംഗ്ലീഷ് ഇതെടുത്ത് ബൈബിൾ എഴുതുക, എല്ലാം ഇൻ ദ ബിഗിനിങ് കഴിഞ്ഞ് പിന്നെ എല്ലാം എന്തോ ആൻഡ് 2ാം അധ്യായം വരെ എല്ലാം ആൻഡാണ് വെച്ചേക്കുന്നത്, മനസ്സിലായി? എല്ലാത്തിൻ്റെയും ചുറ്റും വാവ്. അപ്പം ഈ ലിംഗ്വിസ്റ്റിക് പഠിച്ചു കഴിഞ്ഞാൽ ഈ വാവ് വരാൻ കാര്യം എന്താ വെച്ചാൽ ഒറ്റ ക്രിയേഷനേ ഉള്ളൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്, മനസ്സിലായി? മറ്റെല്ലാം അതിനോട് ചേർന്നുള്ള സബ്പ്ലോട്ടായിട്ടാണ്. പിന്നെ അതുകൊണ്ടാണ് ആൻഡ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ പഠിച്ചാലും എപ്പോഴും ആൻഡ് ചേർക്കുന്നത് എന്തിനാണ്? ആൻഡ് ചേർക്കുമ്പോൾ ഒരു സെൻറ്റൻസ് പൂർണ്ണമാവും ഇല്ല. കീപ്പ് ഓൺ ഗോയിങ് എന്ന് പറയുന്ന പോലെ. അതേപോലെ തന്നെ നമ്മൾ എത്ര കൽപ്പനകളുണ്ടെന്ന് നമ്മൾ നോക്കിയാൽ 10 കൽപ്പന ഉണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കൽപ്പനയേ ഉള്ളൂ, മനസ്സിലായി? അത് മറ്റെല്ലാത്തിൻ്റെ അകത്തും ആൻഡ് അല്ലെങ്കിൽ ആദ്യത്തെ 4 കൽപ്പന കഴിഞ്ഞ് പിന്നെ വരുന്ന എല്ലാം ആൻഡ്. കാരണം ഞാനല്ലാതെ വേറെ ദൈവം ഇല്ല. ഇപ്പം പണ്ട് ഒരു ബൈബിൾ ക്വിസിൻ്റെ ഒരു ദേവദാസൻ ചോദിച്ചു എത്ര കൽപ്പന ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും പറഞ്ഞ് 10 ഉണ്ട്, ചില ആൾക്കാർ കഴിഞ്ഞ് 2 ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ആദ്യം 10 ആയിരുന്നു, അത് ചുരുങ്ങി 2 ആയി. 1 ദൈവത്തെ സേവിക്കുക, സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് പുറ്റുകുതർ വെച്ചാൽ ഒറ്റേ ഉള്ളൂ, ഈ ദൈവത്തെ സ്നേഹിക്കുക, മനസ്സിലായി എന്ന് പറഞ്ഞപ്പം ആ എല്ലാ വാക്യത്തിൻ്റെ അകത്തും ഈ വാവ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ടോട്ടൽ ചുരുക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത്, ഈ ലിംഗ്വിസ്റ്റിക് ആൾക്കാർ പറയുന്നത് ഒറ്റ കൽപ്പനയേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒറ്റ ക്രിയേഷൻ, ആദ്യം ദൈവം ആകാശം ഭൂമിയെ സൃഷ്ടിച്ചു, മറ്റെല്ലാം അതിനെ തുടർന്ന് വരുന്നത്. ഇപ്പം ഇതും ഭൂമിയുടെ ശൂന്യമായ അവസ്ഥയെപ്പറ്റി പറയുന്ന ക്രിയേഷൻ ഈ പുറ്റകതർ ചെയ്യുന്നതിന് മുമ്പേ. ഇപ്പം നമ്മളൊരു വീടെടുത്താലും പഴും ശൂന്യം, അത് കഴിഞ്ഞ് നമ്മൾ സോഫയെല്ലാം എടുത്ത് നമ്മളതിൻ്റെ അകത്ത് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ അകത്ത് ജീവിതം വരുന്നത്, അല്ലേ? അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു ലാൻഡായാലും ഒരു ഭൂമിയായാലും ഇപ്പം ചില വീടുകൾ കണ്ടോ, ഒരു മാസത്തോളം ആ വീട്ടിൽ ആൾ ഇല്ലായിരുന്നു, അവിടെ എല്ലാം പോച്ചെല്ലാം കയറി പാഴും ശൂന്യം പോലെ കിടക്കും. പക്ഷെ അതൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം അതേപോലെയല്ലേ? ഓക്കെ. അപ്പം വാവെന്ന് പറയുന്ന ഒരു കണക്ടറാണ്, പക്ഷേ ഇതിൻ്റെ അർത്ഥം ആൻഡ്. ഓക്കെ. അത് കഴിഞ്ഞ് അടുത്തത് അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്തിനാണ് ഹായാണ് വയ്ക്കുന്നത്. ഹ എന്ന് പറഞ്ഞ വാക്ക് അതെപ്പോഴും യേശുവിൻ്റെ ഈ പിതാവാൻ ദൈവത്തിൻ്റെ ഉച്ചരിച്ചു കൂടാത്ത വാക്കിൻ്റെ നെയിമിൻ്റെ അകത്ത് 2 ഹായുണ്ട്. യു ഡേ വാവ് ഹേ, യോദ് ഹേ വാവ് ഹേ. പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് യഥാർത്ഥ പേരാണെന്ന്. കാരണം എനിക്ക് തോന്നുന്നു യഹൂദന്മാർക്കറിയാം അവരുടെ പിതാവിൻ്റെ പേര് അവർ ഉച്ചരിച്ചു കൂടാത്ത ഹോളി നെയിം. അവർ കൈയൊക്കെ ഒത്തിരി കഴുകി അവർ സ്ട്രെയിറ്റ് ബൈബിളെ തൊടത്തില്ല, ഒരു പേനയൊക്കെ വെച്ചേ തൊടത്തുള്ളൂ. അവർ നാക്കെ പറയുന്നതിന് മുമ്പേ എപ്പോഴും അത് ദൈവത്തിന് സ്തുതി കൊടുത്തിട്ട് ബ്ലസ്സഡ് ബി ഹി എന്നൊക്കെ പറഞ്ഞിട്ടേ അവർ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ അവർക്കറിയാം ഇത് ക്രിസ്ത്യൻ്റെ ആയിക്കോട്ടെ, അവരത് എപ്പോഴും പറഞ്ഞ് വിലയില്ലാതെ പറഞ്ഞ് നശിപ്പിക്കുന്നത്. ഇപ്പം ഞാനാകുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ ഹീബ്രു ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ YHWH അല്ല. എൻ്റെ നിരൂപണമാണ്. കാരണം ഇത് പല ആൾക്കാരും ഞാൻ പറയുന്നത്
കേട്ടിട്ടുണ്ട്. ജോഡി മാഗ്നസ് എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ് ടീച്ചറുണ്ടായിരുന്നു. ആ ടീച്ചർ ഇതേപോലെ പറഞ്ഞായിരുന്നു, YHWH അല്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ വരണ്ടേ, പക്ഷേ അതാ അങ്ങനെ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വീടോണോ എനിക്കും അറിയത്തില്ല. ചിലപ്പം ഈ സ്ക്രൈബുകൾ, പുരോഹിതന്മാർ, അവർ ചിലപ്പോൾ ഇത് പിൽക്കാലത്ത് ഇത് വിലയില്ലാതെ ആൾക്കാർ പറയുമെന്ന് കണ്ടുകൊണ്ടായിരിക്കണം അവർ ഇത് വെച്ച് വയ്ക്കുന്നത്. മനസ്സിലായോ? പക്ഷെ എനിവേ അതാണ് ആദ്യം നാം വാവിൻ്റെയാണ് കണക്ടറാണ്, പിന്നെ ദൈവത്തെ കണക്ട് ചെയ്തിട്ട് എർത്തിനെ വെച്ച് മനസ്സിലായി, ദൈവത്തിൻ്റെ ഭൂമിയാണെന്നുള്ളത്. ആൻഡ് ദ ഭൂമി വാസ് ബിലോങ് ടു ഗാഡ് എന്നുള്ള രീതി. ഓക്കെ, അപ്പം ഹാരറ്റ്സ് തൊട്ട് പിന്നെ ഹയറ്റ എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. ആ വാക്ക് നമുക്ക്, ഞാൻ പണ്ട് ലാസ്റ്റ് പ്രാവശ്യം പറഞ്ഞല്ലോ, ഹീബ്രുവിലെ ആൾക്കാരെ അവരെ അർത്ഥം കണ്ടുപിടിക്കാൻ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ ബർഷത്തിൻ്റെ അതുണ്ടോ ബെയ്റ്റ് റോഷൻ നമ്മൾ കണ്ടു, ഹെഡ് ഓഫ് ദ ഹൗസ് എന്ന് നമ്മൾ കണ്ടു. അത് നമ്മൾ ക്രിസ്തുവിനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയുണ്ടായി എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഹൈറ്റ എന്നുള്ളത് ഹയ